1980 നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം CPM അനുഭാവികളിൽ അന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നതായി കെ കുഞ്ഞാലിയുടെ സുഹൃത്തും മുൻ പാർട്ടി അംഗവുമായ കുഞ്ഞയമ്മു. ആര്യാടൻ മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം ഉയർത്തിയ പ്രതിഷേധം പരിഹരിച്ചത് EMS നേരിട്ട് നിലമ്പൂരിൽ വന്നിട്ടാണെന്നും കുഞ്ഞമ്മയും പറഞ്ഞു. അനിൽ കാസൈ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. CPMന്റെ പാർട്ടി ചിഹ്നത്തിൽ അവസാനമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കെ കുഞ്ഞാലിയാണ് 1967. ആ ഘട്ടത്തിൽ കുഞ്ഞാലിയോടൊപ്പം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രവർത്തിച്ച കാളികാവിലെ കുഞ്ഞയമ്മു എന്ന മുൻ പാർട്ടി പ്രവർത്തകൻ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കെ കുഞ്ഞാലിയെ ഓർക്കുന്നത്? കെ കുഞ്ഞാലിനെ ഓർക്കുന്ന സഖാവ് കുഞ്ഞാലി ഏറനാട്ടിൽ വന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാളികാവിലാണ് വന്ന് വീട് വെച്ച് താമസിച്ചിരിക്കുന്നത്. അപ്പോൾ കാളികാവ് വീട് വെച്ച് താമസിച്ചാൽ ഞങ്ങൾ എല്ലാ രാത്രിയും സഖാവിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കും. പാർട്ടി ഓഫീസിലുണ്ടെങ്കിൽ സഖാവ് പാർട്ടി ഓഫീസിലുണ്ടെങ്കിൽ പാർട്ടി ഓഫീസിലും പോയി സംസാരിക്കും. അങ്ങനെ സഖാവിനായിട്ട് വളരെ അടുപ്പായി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലായി. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ ഈ 1967 ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടി ചിഹ്നത്തോട് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിനൊക്കെ ഒരു അനിഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ കുഞ്ഞാലി എങ്ങനെയാണ് ഈ നിലമ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ വിജയിച്ച് കയറിയത്? സഖാവ് കുഞ്ഞാലി എല്ലാ മതസ്ഥരേറ്റും ഭയങ്കര സന്തുഷ്ട ഒരാളായിരുന്നു. എല്ലാ മതത്തിലും എല്ലാവരുടെ കല്യാണത്തിനും പോവുക, എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ട് കൊടുക്കുക. അത് മുസ്ലിമായാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനിയായാലും ശരി, പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അവർക്ക് സഖാവിൻ്റെ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന മാതിരി സഖാവ് അവർക്കും വേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറായി കണ്ട് അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് കാണാം. അപ്പോൾ സഖാവ് ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടി എഴുതി പൊതുപ്രവർത്തനം നിൽക്കേണ്ടെന്ന് എഴുതിയിട്ട് ഈ ജനങ്ങളൊക്കെ അപ്പോൾ സഖാവിനോട് നന്ദിയുള്ളൊരു ആൾക്കാരായിരുന്നു, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളൊക്കെ. അതായത് വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞാലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ നാട്ടിൽ നിന്ന് ഈ കാളികളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അവസാനമായി കാണാൻ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് അദ്ദേഹത്തെ കാണാമെന്ന പ്രധാനപ്പെട്ട നേതാക്കളാരൊക്കെയായിരുന്നു? അപ്പോൾ അവിടുന്ന് വന്നത് ഒന്ന് ഇമ്പിച്ചുവാവിയാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ KSP പറഞ്ഞൊരു പാർട്ടിയായിരുന്നു, അത് മത്തായി മാഞ്ഞൂരനാണ്. പിന്നെ വെല്ലിങ്ങട്ടൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അയാൾ ആരോഗ്യമന്ത്രിയാണ്. ഈ 3 മന്ത്രിമാരും അവിടെ വന്നിരിക്കണം. മരണസമയത്ത് അന്ന് രാവിലെ വരെ സിസ്റ്റർമാർ പല്ല് വെച്ച് കൊടുത്ത സമയം വരെ സഖാവിന് നല്ല ഓർമ്മശക്തിയുണ്ട്, നല്ല ആരോഗ്യ നേരവും ആ നേരത്ത്. മരണപ്പെട്ടു എന്ന് പറഞ്ഞോടുകൂടി മത്തായി മാഞ്ഞൂരാനും വെല്ലിങ്ങട്ടനും ഒക്കെ നിന്ന നേരം മുന്നാണ് വീണിക്കുകയാണ്. ഇമ്പിച്ചുവാവ് അങ്ങനെ തന്നെ ഇരുന്നിക്കുക, തളർന്നിരുന്നിക്കുകയാണ്. ആര്യാടൻ മുഹമ്മദ് ഒരു തവണ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആര്യാടൻ മുഹമ്മദ് അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് ആന്റണി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തേക്ക് വന്നു. അങ്ങനെയാണ് കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞാലി വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പങ്കൊക്കെ ആ സമയത്തൊക്കെ തന്നെ വാർത്തയായിരുന്നു. ആര്യാടനാണല്ലോ 1-ാം പ്രതി. സഖാവ് പറഞ്ഞതാണുള്ളത്. മരണസമയത്ത് മൊഴി കൊടുത്തുകൊണ്ട് സഖാവ് അതാണ്. മൈസർട്ടോ ജഡ്ജിയോ ഒക്കെ വന്നുകൊണ്ട് മൊഴിയെടുത്തപ്പോഴും ആര്യാടനാണ് ഇങ്ങനെ കൊടിയച്ചിരുന്നാണല്ലോ സഖാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ആര്യാടന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി പറയുമ്പോൾ അന്ന് ഇവിടെയുള്ള സഖാക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായൊരു കാലഘട്ടം തന്നെയായിരുന്നു അത്. അതിൽ അവസാനം EMS വന്ന് നിൽക്കുകയാണ് ഇവിടെ. EMS വന്നുകൊണ്ട് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു പാർട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ മാതിരിയാണ്. അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും പാർട്ടിനോട് യോജിക്കുക. പിന്നെ ഇവിടെ സ്വരാജ്, അതായത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് ജയിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? പാർട്ടി ചിഹ്നത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് ഈ നിലമ്പൂർ മണ്ഡലം. കാരണം ലീഗും കോൺഗ്രസും നല്ല ശക്തിയാണ് മണ്ഡലത്തിൽ. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ആവേശം കിട്ടും. പാർട്ടിക്കാർക്ക് എല്ലാ ആൾക്കാർക്കും ആവേശം കിട്ടിയതുകൊണ്ട്, പ്രത്യേകിച്ച് സ്വരാജ് ആയതുകൊണ്ടും കറ കളഞ്ഞൊരു സഖാവാണത്. ഇപ്പോൾ സ്വരാജ് നിന്നതുകൊണ്ട് പാർട്ടിക്ക് ആവേശം കിട്ടിയതുകൊണ്ട് പാർട്ടി മഹാഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ക്യാമറ പേഴ്സൺ അതീന്ദ്രജിത്തിനോടൊപ്പം അനൽ KMB, ന്യൂസ് മലയാളം, മലപ്പുറം.